നമ്മൾ എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തലശ്ശേരി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിരുന്നു രാവിലെ. ബിഡതി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ എക്സ്പ്രസ് വേ മൈസൂർ എക്സ്പ്രസ് വേയിൽ കയറുകയാണ്. ഇത് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഇടയ്ക്ക് ഇതിനകത്ത് വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ടൊക്കെ നിങ്ങൾ വായിച്ചു കാണും. എവിടെയൊക്കെ അങ്ങനത്തെ ഒരു സംവിധാനമാണിത്. ഇത് പെട്ടെന്ന് എത്താം. നമ്മൾ പോകുന്ന സ്ഥലം ഇവിടെ കാവേരി റിവർ ബാങ്ക്സിന്റെ കുറെ 3-4 ഉണ്ട്. കുറച്ച് ബീച്ചുകളുണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണമായ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ച് എന്ന് പറഞ്ഞാൽ കടൽ കൊണ്ടുള്ള ബീച്ചല്ല, കാവേരി നദിയുടെ ഒരു റിവർ ബാങ്ക് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇന്നലെ ഈ തലക്കാടെന്നും പറഞ്ഞ് യൂട്യൂബിലടിച്ച് നോക്കിയപ്പോൾ ഇതാണ് കണ്ടത്. ഈ കൊട്ടവഞ്ചിയും അങ്ങനെയുള്ള സാധനമൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊരു മണൽ ബീച്ചായിരിക്കും. എൻ്റെ പ്രതീക്ഷ ഇതൊരു നദി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഉരുളൻകല്ലുകളൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് കല്ലൊക്കെ പറക്കിക്കൊണ്ടുവന്നൊക്കെ ഒരു ഇതിലേക്ക് ഇടാന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ കല്ല് പറക്കാൻ നോക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ കടന്നു പോകുന്നത് രാംനഗര എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ്. അവിടെ രാസ്ത കഫേ എന്ന് പറഞ്ഞ് വളരെ പ്രശസ്തവും ഓവർ റേറ്റഡുമായ ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മള് എക്സ്പ്രസ് വേയിൽ തന്നെയാണ്. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ എക്സ്പ്രസ് വേ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന കാണാം. സോ അങ്ങനെ മധുർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എക്സിറ്റ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ സൈഡിലൊരു BMW ഒക്കെ പടന്ന് കിടപ്പുണ്ട്. എന്താ പറ്റിയതാണ്. അപ്പൊ നമ്മൾ മൈസൂർ എക്സ്പ്രസ് വേയിൽ നിന്ന് മധൂർ കഴിഞ്ഞിട്ട് എക്സ്പ്രസ് വേയിൽ നിന്നും എക്സിറ്റ് എടുത്ത് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ മുന്നോട്ട് വന്ന് പാലത്തിനടിയിൽ കൂടെ ഒരു ടേണൊക്കെ എടുത്ത് ഇപ്പോൾ ഒരു വില്ലേജ് റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. നല്ല ഗ്രാമപ്രദേശമാണ്. വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ട ഒരു റൂട്ടാണ്. ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. ഇപ്പൊ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം കരിമ്പ് കൃഷി കാണാം, കരിമ്പിൻ തോട്ടങ്ങൾ. അപ്പോൾ തലക്കാട് ലക്ഷ്യമാക്കിയുള്ള തലയും വാലുമില്ലാത്ത ഈ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബസവനപുര എന്ന് പറഞ്ഞൊരു സ്ഥലം ക്രോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു വശത്തുനിന്ന് ടെമ്പിൾ റൺ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ മണ്ഡപത്തിൻ്റെ അടുത്തൊരു കാളയൊക്കെ ഇരിക്കുന്നുണ്ട്. അതാണ് സാക്ഷാൽ നന്ദികേശൻ. ഇത് നേരത്തെ പറഞ്ഞല്ലോ ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ കൊത്തുപണികളൊക്കെ ശ്രദ്ധിച്ചു. വെളി 2 ഗാർഡുകളൊക്കെ നിൽപ്പുണ്ട്. അടിപൊളിയാണ്. അവിടെ പൂജയുടെ റെസിപ്റ്റൊക്കെ അവിടെ എഴുതുന്നു. നല്ലൊരു ആർക്കിടെക്ചറൽ സംഭവമാണ്. This is a face of bull or lion, something they were telling. It is looking like bull only, but actually that is supposed to be your pectoral muscles and 6-pack. അപ്പോൾ നമ്മൾ വയ്യ അമ്പലത്തിനകത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങി വന്നു. ഇത് പുതിയ മണ്ഡപം കിട്ടിയതാണ്. ഇത് മൊത്തത്തിൽ ഒരു നല്ല സെറ്റപ്പാണ്. ഒന്ന് വിസിറ്റ് ചെയ്യാൻ കൊള്ളാവുന്ന സ്ഥലമാണ്. നല്ല ചൂടാണ്, കാലൊക്കെ പൊള്ളുന്നു, ചെരുപ്പില്ലാതെ കയറാൻ പറ്റത്തില്ല. അയ്യോ വേഗം ഇറങ്ങി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രഥോത്സവത്തിൻ്റെ സാധനമൊക്കെ വെച്ചേക്കുന്നതാണ്. ചെറിയ വണ്ടി ഒക്കെ വരയ്ക്കാൻ പോകുന്നതും തൂണും ഉത്സവത്തിന് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ് തോന്നുന്നു. അങ്ങനെ കുറച്ച് സംഗതികൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അമ്പലത്തിൻ്റെ പുറകുവശത്താണ് ഇപ്പോൾ. നല്ല വലിയൊരു അമ്പലമാണ്. CCTV ക്യാമറയൊക്കെ ഉണ്ട്. നോക്കിയാൽ കാണാം. അമ്പലം ടെമ്പിൾ റണ്ണൊക്കെ മതിയായി. നല്ല വെയിൽ, കല്ലിൽ കൂടെ ഒന്നും നടക്കാൻ വയ്യ. എനിക്ക് ആറ്റൻ തീരത്ത് പോകുമ്പോൾ അവിടെ എന്തോ ആയിരിക്കും, ആർക്കറിയാം. ഈ തൂണയിൽ ഒത്തിരി കൊത്തുപണികളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പലരെയും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഗൈഡ് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സർവീസ് എടുത്തില്ല. കാരണം അത് നമ്മളൊന്നാമത്തെ കാര്യം ടെമ്പിൾ വിസിറ്റ് നമ്മുടെ ഒരു മാൻഡേറ്ററി അല്ലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെ ഒരു
കൽക്കൊത്തുപണി കാണാം. അതൊക്കെ അത്യാവശ്യം നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഈ ഏതെങ്കിലും ഗൈഡിനെ ഫോളോ ചെയ്ത് അവരുടെ ഓഡിയോ കോപ്പി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ എന്തായാലും മനസ്സിലാവുമായിരിക്കും. നല്ല കൊത്തുപണികളാണ്. ഇറ്റ്സ് എ വെരി വെരി നൈസ് ആർക്കിടെക്ചറൽ തിങ്. ഈ കൊത്തുപണികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തൂണുകൾ കാണാം. പിന്നെ ഈ തൂണുകളുടെയൊക്കെ കീഴിലാണ് മെയിൻ ഐറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് കാമധേനുവാണ്. കാമധേനു എന്ന് പറയുന്ന പശുവിനെ പറ്റി അതിൽ നിന്നാണ് ഈ ഗോമാത എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ ഓരോ പാർട്ടിക്കാർ പറയുന്ന പോലെ എല്ലാ പശു അമ്മയൊന്നുമല്ല. കാമധേനുവാണ് ഗോമാത. അപ്പോൾ ഇതിൽ ഇവർ കൊത്തി വെച്ചേക്കുന്നത് കാമധേനു സ്വന്തം അകിടിൽ നിന്ന് പാല് ചുരുത്തി ശിവലിംഗത്തിൽ ഒഴിക്കുന്ന ഒരു കൊത്തുപണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ദിവസം പൂജയൊക്കെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു. ഭസ്മവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മനോഹരമായൊരു ശില്പമാണ്. ഇങ്ങനെ എല്ലാ തൂണുകളുടെയും അടിയിൽ ഓരോ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത് നോക്കട്ടെ, ഞങ്ങൾ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററി ഒരു സ്ക്രോളിംഗ് ടെക്സ്റ്റായിട്ട് അവസാനം എന്തെങ്കിലും ഇടാം. പിന്നെ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഈ സ്ഥലം അറിയാമായിരിക്കും. ഈ റൂട്ട് വരുന്നവരെല്ലാം ഈ അമ്പലത്തിൽ എന്തായാലും വന്നിട്ടേ പോകത്തുള്ളൂ. നല്ലൊരു അമ്പലമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ടെമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാണാൻ മനോഹരമായ ഒരു അമ്പലം എന്നുള്ളത്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു റിങ്ങുകൾ കണ്ടു കാണും. അതൊരു 5 തല നാഗത്തിൻ്റെ ദേഹത്തൂടെ കിടക്കുന്ന 2 റിങ്ങുകളാണ്. അത് കല്ലി കൊത്തിയെടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കുറച്ച് വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ഇതിൻ്റെ പേര് വൈദ്യനാഥേശ്വര ടെമ്പിൾ എന്നാണ്. ഇത് തലക്കാടാണുള്ളത്, ചാമരാജനഗർ ഡിസ്ട്രിക്റ്റ്. വൈദ്യനാഥേശ്വര ടെമ്പിൾ. ഇതിനിങ്ങനെ 5 ശിവലിംഗങ്ങളുണ്ട്. പഞ്ചലിംഗ സ്ഥലാസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇവിടെ ഇതിനോട് അടുത്ത് തന്നെ 4 എണ്ണം വേറെ ഉണ്ട്. അത് പക്ഷേ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി പോകണം. തൽക്കാലം അങ്ങോട്ട് കയറാനുള്ള ഒരു ആയുസില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം അത് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമദത്ത എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ശിഷ്യന്മാരോടുകൂടി, സോമദത്ത ഇവിടുത്തെ എന്തോ വലിയ വിഷയമാണെന്ന് തോന്നുന്നു, അയാളുടെ ശിഷ്യന്മാരോടുകൂടി ഈ കാട് വഴി ഇങ്ങനെ പോയപ്പോൾ അവിടെ കുറേ ആനകൾ വന്ന് ചവിട്ടിക്കൊന്നു. അപ്പോൾ പിന്നീട് ഇവരുടെ ആത്മാവ് ആനകളായിട്ട് ഇങ്ങനെ അലഞ്ഞ് നടന്ന് ശിവനെ ആരാധിച്ചു. ശിവൻ്റെ രൂപം ഈ കാട്ടിലുണ്ടായിരുന്നത് ഒരു മരമായിട്ടാണ്. അപ്പോൾ ആ മരത്തിനെ ഇവർ വർഷിപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് അതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 2 വേട്ടക്കാർ, അവരുടെ പേര് തല ആൻഡ് കാട് എന്നാണ് പറയുന്നത്, അവർ മരം മുറിച്ചിടാൻ ശ്രമിക്കുകയും അവർ അന്നൊരു അതിൽ നിന്നൊരു ഡിവൈൻ വോയിസ് കേട്ടു. ഇതാണ് മരം വെട്ടൽ നിർത്തുക. അപ്പം പിന്നെ ഈ മരത്തിനുണ്ടായ മുറിവ് അവർ പഴങ്ങളും ഇലകളും ഒക്കെ വെച്ച് മൂടി. അപ്പോൾ ആ മുറിവ് ഉണങ്ങി. അപ്പോൾ ആ സ്ഥലം തലക്കാടെന്ന് അറിയപ്പെട്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവൻ ആ ഒരു ഫോമിൽ നിന്നുകൊണ്ട്, മരത്തിൻ്റെ രൂപത്തിൽ നിന്നുകൊണ്ട് സ്വയം ഹീൽ ചെയ്തതുകൊണ്ട് വൈദ്യനാഥ അല്ലെങ്കിൽ വൈദ്യേശ്വര, വൈദ്യ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് മിത്ത് പറയുന്നത്. അപ്പോൾ ഈ അമ്പലം ഉണ്ടാക്കിയത് ചോള രാജാക്കന്മാരാണ്. അവർ കർണാടകയിൽ 14ാം സെഞ്ചുറി മുതൽ ഉണ്ടായിരുന്നു. ഇത് ദ്രവീഡിയൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണെന്നാണ് പറയപ്പെടുന്നത്. ശരിയാണ്, കാരണം 2 ദ്വാരപാലകന്മാർ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. നമ്മൾ കയറിപ്പോയപ്പം ഗാർഡുകൾ നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഫുള്ള് ഇതാണ്, സ്കൾപ്ചേഴ്സാണ്. നിങ്ങൾ കണ്ടില്ല, വളരെ മനോഹരമായ കൊത്തുപണികളാണ് ഇവിടെ മുഴുവനുള്ളത്. പിന്നെ എലിയുടെ പുറത്തിരിക്കുന്ന ഒരു ഗണേശൻ്റെ വിഗ്രഹമുണ്ട്. അത് ഞാൻ പുറകിൽ ചെന്നപ്പോൾ കാണിച്ചായിരുന്നു. അവിടെ പൂജാരി ഉണങ്ങുകയായിരുന്നു, അങ്ങോട്ടാരും പോകുന്നില്ല. ഗണേശന് ബിസിനസ് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പല രൂപങ്ങളാണ് ഈ കൊത്തുപണികൾ മൊത്തം ഒരുമാതിരിപ്പെട്ടതെല്ലാം ഉള്ളത്. നല്ല ഒരു അനുഭവമാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടെ വരും, അത് ഉറപ്പാണ്. ഇനി അഥവാ ഈ സ്ഥലത്തിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ
തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യുക എന്ന് പറയുകയാണ്. നല്ല സ്ഥലമാണ്, നല്ലൊരു അനുഭവമായിരുന്നു. സോ ഇപ്പം നമ്മളിവിടെ വേറൊരു ചെറിയ ടെമ്പിളിനടുത്ത് വന്നു. ഇവിടെ അടുത്ത ദൃശ്യം എന്താണെന്ന് ഇവർ നോക്കുന്നില്ല, പക്ഷേ വെളിയിൽ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നില്ല, തലയും കാടും ഈ 2 വേട്ടക്കാർ നടന്നിട്ടാൻ വന്നിട്ടുള്ളത്. അവരാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ ഓണർ ചെയ്തുകൊണ്ടുള്ള ഒരു ശില്പകലയാണിത്. അവരാണ് ഇതിൻ്റെ ദ്വാരപാലകർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ വഴി മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ ബാക്കി 4 എണ്ണം കാണാം. പക്ഷേ തൽക്കാലം ഈ സ്റ്റെപ്പുകൾ മാത്രമല്ല, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നീണ്ടു കിടക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിനി ജസ്റ്റ് പുഴക്കരയിലോട്ട് പോയിട്ട് അതുവഴി വീട്ടിൽ പോവാണ്. അങ്ങനെ നമ്മൾ അവസാനം തലക്കാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് കാവേരി നദി. വെള്ളമൊക്കെ കുറവാണ്, നല്ല അലമ്പാണ്. ആൾക്കാരൊക്കെ വന്ന് കിടന്ന് കുത്തി മറിയുകയാണ്. മുട്ടറ്റം പോലും വെള്ളമില്ല. 4 ആളുകൾ കിടന്ന് നീണ്ടുകയാണ്. ഒരു പാലമൊക്കെ വരുന്നുണ്ട്. ഇതാണ് മറ്റേ കൊട്ടവഞ്ചി സവാരി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സാധനമൊക്കെ ഉണ്ട്. ഇത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ വന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ ഫീലിംഗ് ദാറ്റ് വി കെയിം സംടൈം, ഐ മീൻ ലോങ് ബാക്ക്. ഓക്കെ, നമുക്ക് പുഴയുടെ അകത്തോട്ട് പോവാം. വർഷങ്ങളായി വെള്ളം കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കും കൂടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അവരുടെ കൂടെ കിടന്നുള്ള മെഴുക. നമ്മൾ തലക്കാട് വന്ന് വെള്ളത്തിൽ ഇറങ്ങി അവസാനം ഇവിടെ വൻ ജലക്രീഡകളാണ് നടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കൂടെ നമ്മളും കൂടെ അങ്ങ് പങ്കുചെയ്യും. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ്. കാണാൻ നല്ല കല്ലുകളാണ്. നിങ്ങൾക്കൊരു കൊട്ടവഞ്ചിക്കാരൻ വഞ്ചിയുമായി ഇതിൻ്റെ നടക്ക് വരെ വന്നിട്ട് തിരിച്ചു പോകുന്നത് കാണാം. അതിവിടെ നടക്ക് നിൽക്കുന്ന ഒരു ഫാമിലിയോട് ഇത് കയറുന്നു എന്ന് ചോദിക്കാൻ വന്നതാണ്. ഇത് ശരിക്കും നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ, ബാംഗ്ലൂർ വന്നിറങ്ങുമ്പോൾ ഈ ഓല ഊബർ അല്ലല്ലോ, ഓട്ടോക്കാർ വരുന്ന പോലാണ്. ഒരു കുറേയെങ്കിൽ വരും, വെള്ളത്തിൽ കയറുമെന്ന് പറഞ്ഞു. പക്ഷേ അത് അവരുടെ ഒരു ഉപജീവനമാണ്. നമ്മളത് മനസ്സിലാക്കി വെള്ളത്തിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കയറുക, അവരോട് സഹകരിക്കുക. അവരും ഒരു ജോലി എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്യുന്നത്. മാക്സിമം അവരോട് സഹകരിക്കുക. നല്ലൊരു അനുഭവമാണ് ഈ കൊട്ടവഞ്ചി പോകുന്നത്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇത് കയറിയിട്ടും വലിയ കാര്യമില്ല. എന്നാലും മൊത്തത്തിലൊരു ഒരു സെറ്റപ്പാണ്, ഒരു ഗുമ്മാണ് ഈ സാധനം. ഇവിടെ വന്നിട്ട് കൊട്ടവഞ്ചി കയറിയില്ലെങ്കിൽ അതൊരു വിഷമമാണ്. അതുകൊണ്ട് മഴയൊക്കെ ഉള്ള സമയത്തോ, മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തോ, വെള്ളമൊക്കെ ഉള്ളപ്പോൾ വരിക. അപ്പം അത് രസമായിരിക്കും. ഞാനിപ്പോൾ ഒരു കല്ലെടുത്തു. നല്ല രസമുണ്ട് കണ്ടോ. അത്യാവശ്യം പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പായലെന്തോ പായലാണെന്ന് നമുക്കറിയത്തില്ല, അതെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ കല്ലിൻ്റെ ഷേപ്പ് ഉണ്ടോ, നല്ല ഉരുളക്കിഴങ്ങ് പോലുണ്ട്. അടുക്കളയിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറ്റില്ല. എന്തായാലും ഇത് നമ്മൾ എടുക്കുന്നില്ല. ഇതിനേക്കാളും ചെറിയ കുറച്ചുകൂടെ കല്ലുകൾ എടുക്കാനാണ് പരിപാടി. എന്തായാലും അക്വേറിയത്തിൽ കുറേ സെറ്റ് ചെയ്യാം. ബേസിക്കലി നമ്മുടെ വെള്ളത്തിൽ കിടപ്പ് കഴിഞ്ഞു. അങ്ങനെ വെള്ളത്തിൽ കിടപ്പും ആ കഴപ്പും കഴിഞ്ഞു. ഇനിയിപ്പം വണ്ടിയെ കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രെസ്ഡ് ഔട്ടൊക്കെ ആയിരിക്കുന്ന സമയത്ത് വന്ന് കിടക്കാൻ പറ്റിയ വെള്ളമാണ്. വണ്ടർലായി പോകുന്നതിനേക്കാളും നല്ല ഒന്ന് വലിയ ഒഴുകുന്ന വെള്ളമാണല്ലോ, സമാധാനമുണ്ട്. ഇത് നന്ദിനിയുടെ ബട്ടർ മിൽക്കാണ്. നന്ദിനി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിൽമ.
ഇത് എന്നാ സാധനം വന്നറിയോ, നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതൊരെണ്ണം കുടിച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ഞങ്ങളിപ്പോൾ ഒരു ബേക്കറിലോട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ ഈ സാധനം ഉണ്ടായത്. പണ്ട് എനിക്കൊരു അനുഭവമുണ്ട്, ഇതുപോലെ തെണ്ടിത്തിരിയാൻ പോയപ്പോൾ തളർച്ച വന്നപ്പോൾ ഇത് വാങ്ങിച്ച് കുടിച്ച് ഫുള്ള് ചാർജ് ആയി. അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് തിരിച്ച് വണ്ടിയിൽ കയറി. ചായ കുടിക്കാൻ ചെന്നപ്പോൾ ഇവിടെ നല്ല ചൂടായപ്പോൾ, നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെ നല്ല ചൂടാണ്. ഈ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ കാണാം കോളിഫ്ലവർ പ്ലാന്റേഷൻ ആണ്. അത് ഒരു വീടിനോട് ചേർന്നാണ്. ആ വീട് മിസ് ഔട്ടായി പോയി. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കോളിഫ്ലവർ കൃഷി ചെയ്യുന്ന കാണാം. നല്ല രസമില്ലേ? ഈ സൈഡിലോട്ട് നോക്കിയാൽ റിവർ കാണാമേ. നമ്മൾ സൈഡിൽ കൂടെ പോവാണ്. അപ്പം അവിടെ പോയി ആ ജനക്കൂട്ടത്തിനിടെ വെള്ളത്തിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഏരിയ വരുന്നതാണ്. പക്ഷെ ഇവിടെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അക്കരെ എന്തൊക്കെയോ ഉണ്ട്, കടവോ ഏതാണ്ടൊക്കെയോ ഉണ്ട്. ഇങ്ങനെയുള്ള ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഒരു പരിപാടി. അവിടെ നല്ല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളത്തിൽ നല്ല വലിപ്പമുള്ള, നമ്മുടെ അയലയുടെ ഒക്കെ വലിപ്പമുള്ള മീനുണ്ടായിരുന്നു. ഏത് സ്പീഷീസ്, നമ്മുടെ പരലും അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു നല്ല രസമുള്ള ചെതുമ്പലുകളൊക്കെ ഉള്ള ഒരു മീനിനെ കണ്ടത്. ഏത് ഐറ്റം എന്ന് അറിയത്തില്ല, പിടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഫിഷിംഗ് ട്രിപ്പ് കൂടെ ഉടനെ ഇടാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ കുറച്ച് കറക്കമൊക്കെ കറങ്ങി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ. അപ്പം ഇവിടെ റോയൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു ഒരു ഇത് കണ്ടു. അങ്ങോട്ട് കയറി നോക്കാം. ഒരുമാതിരിപ്പെട്ട ഹോട്ടലുകളൊക്കെ ഉച്ചയ്ക്ക് അടച്ചേക്കുവാന്ന് തോന്നുന്നു, എങ്ങും ആളും ഒന്നും കാണുന്നു. അപ്പം നമ്മൾ ഹോട്ടലിനകത്ത് എത്തി. കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ ഇതൊരു ബാറാണ്. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്, നോൺ വെജ് കിട്ടും. നമ്മളൊരു കുക്കിനകത്ത് കയറി അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഏതാ അങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന്. സോ അപ്പം നമ്മളങ്ങനെ ഹോട്ടൽ റോയലിൽ വന്ന് ഓർഡർ ചെയ്തു. ഫുഡ് റൊട്ടിയാണ് പറഞ്ഞത് എല്ലാവർക്കും. റൊട്ടി കണ്ടിട്ടൊരു മെച്ചമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതിന് ദാൽ ഫ്രൈ പറഞ്ഞു. പിന്നെ ഒരു മട്ടൺ ചില്ലി, അത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകാർ സജസ്റ്റ് ചെയ്ത് തന്നെയാണ്. പിന്നെ ലെമൺ ചിക്കൻ നമുക്ക് കർണാടകയിൽ എവിടെ പോയാലും വിശ്വസിച്ച് കഴിക്കാം. ഒരു ಕ್ವಾಲಿಟಿ ഉണ്ടാവും. ಸರ್ ಇನ್ನೊಂದು ಥಮ್ಸಪ್ ತಗೊಂಡಿದ್ದೀನಿ. ಇನ್ನೊಂದು ಥಮ್ಸಪ್ಪ? ಹಾಂ. അപ്പം അങ്ങനെ വെള്ളവും വന്നു, ഫുഡും വന്നു, തംസപ്പ് വരും, പ്ലേറ്റും വന്നു. എന്നാൽ പിന്നെ പയ്യെ കഴിച്ചു തുടങ്ങാം. ഫുഡിൻ്റെ റിവ്യൂ കഴിച്ചു കഴിഞ്ഞ് പറയാം. സോ ഞാനങ്ങനെ റൊട്ടി എടുത്തു, കുറച്ച് ദാൽ ഒഴിച്ചു, ചിക്കൻ കൊണ്ടുവച്ചിട്ട് ആ മട്ടൺ ഇങ്ങനെ മട്ടൺ മട്ടൺ എല്ലായിടവും എല്ലാം ഉണ്ട്. കണ്ടക്ടർ മികവൊക്കെ ഉണ്ട്, നോക്കാം. റൊട്ടി ഞാൻ കുറച്ച് മുറിച്ച് കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം കുറച്ച് റൊട്ടി ഇങ്ങനെ മുറിച്ച് അതിലോട്ട് നോക്കി. നല്ല ചൂടുണ്ട്. കൊള്ളാം. ദാലിന് നല്ല നാടൻ രുചിയുണ്ട്. അധികം മസാലയൊന്നുമില്ല, ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിയും മാത്രമേ ഉള്ളൂ തോന്നുന്നു. പക്ഷേ ടേസ്റ്റ് ഗുഡ്. ലെമൺ ചിക്കൻ ഈസ് ബെറ്റർ. ഗ്രേവി കുറച്ച് ഞാൻ കുറച്ച് ക്യാപ്സിക്കും കുറച്ച് ഉള്ളിയും കൂടെ എടുത്തിട്ട് മട്ടൺ നല്ല ചൂടാണ് കേട്ടോ, പിടിക്കാനൊന്നും പറ്റില്ല. നോക്കാം. ഇച്ചിരി റബ്ബറിയാണോ, ഇതിലൊക്കെ ഇരുന്ന് ഇറച്ചിയാണോന്ന് അറിയത്തില്ല. പീസ് മുറിച്ചു. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, പക്ഷെ ഇച്ചിരി കട്ടിയുണ്ട്. Yeah, it's a bit chewy. Okay, it's good to go. അപ്പോൾ നമുക്ക് പോയി കഴിക്കാം. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ
അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് അതിമനോഹരമായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ മട്ടൺ അത്ര സുഖമായില്ല, കുറച്ച് ചവയ്ക്കേണ്ടി വന്നു. ചിക്കനും പരിപ്പറി നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. റൊട്ടി നന്നായിരുന്നു, ചിക്കൻ ഓക്കെ ആയിരുന്നു. മട്ടൺ മാത്രം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് അഗൈൻ ഇറ്റ്സ് ഫൈൻ. സോ ഓവറോൾ ഒരു നല്ല ഫുഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയാം. സോ കൂട്ടുകാരെ, നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടി കയറിയിരിക്കുകയാണ്. ഇനി ഒറ്റ വഴിയിലാണ് ബാംഗ്ലൂർ. പോവുക, ഒരു ക്വാർട്ടർ ഉറങ്ങുക, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ ട്രിപ്പ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻസ് വഴി അറിയിക്കുക. ഈ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കണ്ടതിനും എൻ്റെ കത്തിയടി സഹിച്ചതിനും എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ഒരെണ്ണത്തിൽ കാണാം ഇനി. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, ബൈ.